ഒരു പുതിയ വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇത് പഴയൊരു വീഡിയോ ആണ്. നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് എല്ലാവരോടും പറയുമല്ലോ, പഴയ തുണികളൊക്കെ കിട്ടുന്ന തയ്യക്കടകളിൽ നിന്നൊക്കെ എടുത്തിട്ട് തയ്ച്ച് പഠിക്കുന്നതാണ് നല്ലത്, നമുക്ക് സ്റ്റിച്ചിങ് നല്ലതായിട്ട് വരും അതിന് വേണ്ടിയിട്ടൊക്കെ. നമ്മളിങ്ങനെ ചെന്ന് ചോദിക്കുമ്പോൾ, ഒരുപാട് വലിയ കടകളിൽ പോയി ചോദിക്കുമ്പോൾ അവരിങ്ങനെ ചാക്കി കെട്ടിവെച്ചിരിക്കുന്ന തുണികളാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അത് എടുക്കാണ്ടിരിക്കാൻ മാക്സിമം നോക്കുക. ചെറിയ കടകളിലൊക്കെ ആണെങ്കിൽ എന്നോട് ഒരുപാട് കടക്കാർ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി നോക്കി എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാനൊരു വലിയ കടയിൽ പോയി, അവിടെ ആണെങ്കിൽ ഒത്തിരി സ്റ്റിച്ചിങ് ഉള്ളൊരു ഷോപ്പാണ്, അവിടെ നിന്ന് എടുത്തതാണിത്. അവരെനിക്ക് ചാക്കോടെ എടുത്തു തന്നു. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. പിന്നെ 2 ചാക്ക് എടുത്തുകൊണ്ട് വന്നു. അത് കൊണ്ടുവന്ന് തുറക്കുമ്പോൾ കാണുന്നതാണിത്. പ്ലാസ്റ്റിക്, ഈ സാരി ഫോള് വെക്കാൻ കൊണ്ടുവന്നതിൻ്റെ ഫോള് എന്ന കവറ്, പിന്നെ നൂലിൻ്റെയൊക്കെ ഇപ്പോൾ കുറേ സാധനങ്ങൾ, അതെല്ലാം പോരാഞ്ഞിട്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ വരെ അതിനകത്തുനിന്ന് കിട്ടി. അതായത് പഴത്തൊലിയൊക്കെ കറുത്ത് കമ്പ് പോലിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഈ ബംഗാളികൾ ഇരുന്ന് തയ്ക്കുന്ന സ്ഥലമാണത്. അവരുപയോഗിക്കുന്ന സിഗരറ്റ് കുറ്റികളും തീപ്പട്ടിക്കൂടും സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ കവർ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, അത്രയും സാധനങ്ങൾ അതിൽ നിന്ന് കിട്ടി. അവസാനം ഞാൻ പിന്നെ അത് കുടഞ്ഞിടാനൊന്നും പോയില്ല. കൈ പിടിച്ചപ്പോഴേ ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നപ്പോൾ ഞാൻ വിട്ടു. പിന്നീട് കിട്ടിയത്രയും കയ്യിൽ എടുക്കാൻ പറ്റുന്ന അത്രയും തുണികൾ മാത്രം എടുത്തു. ഞാൻ പുറമേക്ക് കിടന്നത് മാത്രം അതിനകത്തുനിന്ന് എടുത്ത് എല്ലാം നന്നായിട്ട് കഴുകി. നമ്മളെന്തായാലും തുണിക്കടയിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന തുണികൾ, അതായത് തയ്യക്കടകളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന വേസ്റ്റ് നമ്മളിന്ന് കഴുകിയിട്ട് തന്നെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പൊടിയൊക്കെ ഉണ്ടാവും അതിൽ. അതെടുത്ത് കഴുകി പിന്നെ വാഷിംഗ് മെഷീനിലിട്ട് ഡ്രയറിലിട്ട് ഉണക്കി അതിന് ശേഷം പിന്നെ വെയിലത്ത് പായ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാനിത് ചെയ്തെടുത്തത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഭയങ്കര ഒരു അബദ്ധമാണ് ഇങ്ങനെ ചെയ്തത്. കാരണം അവരുടെ വേസ്റ്റ് വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടി വെക്കേണ്ടുന്നൊരവസ്ഥയാണ് വരുന്നത്. നമുക്കത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കാരണം നമ്മുടെ വീട്ടിൽ ഇത്രയും വേസ്റ്റ് വരില്ലല്ലോ ഒരിക്കലും. അതായത് 2-3 ചാക്കിൽ കൊള്ളണ സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അത്രയും വേസ്റ്റായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ പിന്നെ അടുത്ത പരിപാടി നമ്മളിപ്പം ഞാനത് ഹരിതകർമ്മസേനയിൽ ആ ചേച്ചിമാരെ വിളിച്ച് പറഞ്ഞു, അവർ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നത്. കാരണം ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ സ്ഥലവും മെനക്കെടുത്തി നമ്മൾ എന്താ പറയുക, ഓട്ടോ പിടിച്ചൊക്കെയാണ് പോയി എടുത്തുകൊണ്ട് വരണം ഇത്രയും വലിയ ചാക്ക്. ഓട്ടോ കാശും വേസ്റ്റായി, ആകെപ്പാടെ ഒരു ദുരന്തമായിപ്പോയി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ചില കടകളിൽ നമ്മളോട് പറയും, ഞങ്ങളവിടെ കട്ട് ചെയ്ത തുണികൾ കൂട്ടിയിട്ടിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ പോരുന്ന് പെറുക്കിയെടുത്തോളാം. അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി. കണ്ടമാനം പിന്നെ ഈ നുറുക്ക് തുണികളൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. അതായത് അവർ കട്ട് ചെയ്ത് ഇടുന്ന കുഞ്ഞു തുണികളുണ്ടാവും. അതൊക്കെ എന്തിനാ, നമുക്ക് ഇച്ചിരി വലിയ തുണികളല്ലേ വേണ്ട, നമ്മൾ നോക്കി പെറുക്കി എടുക്കണം. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.